മക്കളെ, നമ്മൾ ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് എടുത്തതാണ്. സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെടുത്ത ഭാഗം ഗാന്ധിജിയുടെ വാച്ച് കളവ് പോയി എന്ന് പറയുന്ന ഭാഗം വരെയാണ് നമ്മളെടുത്തത്. ഗാന്ധിജി അഫ്സോസ് മേ ഡൂബ് ഗയെ, ഗാന്ധിജി ആകെ വിഷമത്തിലായി, വളരെയധികം ദുഃഖത്തിലായി വാച്ച് പോയപ്പോൾ. അതുവരെയാണ് നമ്മളെടുത്തത്. ഇനി ബാക്കി നോക്കാം. वाइसरॉय ने भी अफसोस जाहिर किया, लेकिन उन्हें समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए यह आदमी वाइसरॉय की दावत जैसे जिंदगी के सबसे शानदार मौके का मजा किरकिरा क्यों कर रहा है. क्या इसे एक नई घड़ी दिला दो, लेकिन यह मानेगा थोड़ी. यह तो यही कहेगा कि मुझे अपनी वही पुरानी घड़ी चाहिए. നോക്കാം. വൈസ്രോയിനെ ബി അഫ്സോസ് ജാഹിർ കിയ, വൈസ്രോയും ദുഃഖം പ്രകടിപ്പിച്ചു. അഫ്സോസ് ജാഹിർ കിയ എന്ന് പറഞ്ഞാല് ദുഃഖം പ്രകടിപ്പിച്ചു. ഗാന്ധിജി വാച്ച് പോയതിൽ ആകെ അസ്വസ്ഥനാണ്, ദുഃഖിതനാണ്. അപ്പോ ഗാന്ധിജിയുടെ ദുഃഖം കണ്ടിട്ട് വൈസ്രോയും എന്ത് ചെയ്തു? ദുഃഖം പ്രകടിപ്പിച്ചു. लेकिन उन्हें समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए, लेकिन പക്ഷേ ഉന്നെ സമജ് മേം നഹി ആയ, അദ്ദേഹത്തിന് മനസ്സിലായില്ല, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തെന്നാൽ ഏക് ചോട്ടി സി പുരാനി ഘടി കെ ലിയെ, ഒരു ചെറിയ പഴയ വാച്ചിന് വേണ്ടി, ഏക് ചോട്ടി സി ഒരു ചെറിയ, പുരാനി പഴയ, ഗഡി വാച്ച്, കേലിയെ വേണ്ടി, യഹ് ആദ്മി ഈ വ്യക്തി, ഈ മനുഷ്യൻ, വൈസ്രോയ്ക്ക് ദാവത്ത് ജൈസെ വൈസ്രോയുടെ വിരുന്നു പോലെയുള്ള, ജിന്ദഗി സെ സബ്സേ ശാൻദാർ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള, ഭവ്യമായിട്ടുള്ള, ശാന്താർ എന്ന് പറഞ്ഞാൽ ശാന്താർ മൗക്കെ ഭവ്യ അവസരം, ഭവ്യമായിട്ടുള്ള അവസരത്തിന്റെ മസ എന്ന് പറഞ്ഞാൽ ആനന്ദം, ഭവ്യമായ അവസരത്തിന്റെ ആനന്ദം കിരിക്കിര ക്യോം കർ രഹാ ഹെ, കിരിക്കിര എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക, മസ കിരിക്കിര ആനന്ദം നഷ്ടപ്പെടുത്തുക, ക്യോം കർ രഹാ ഹെ ആനന്ദം എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അതായത് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് ഈ ഒരു പഴയ ഒരു ചെറിയ വാച്ചിന് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ വൈസ്രോയി ക്ഷണിച്ചിട്ടുള്ള ഇത്രയും നല്ല ഒരു വിരുന്ന്, അതില് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭവ്യമായിട്ടുള്ള ഒരു അവസരത്തിനെ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് വൈസ്രോയിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. ക്യാ ഇസെ ഏക് നയി ഗഡി ദിലാദും, ഇദ്ദേഹത്തിന് ഒരു പുതിയ വാച്ച് വാങ്ങിക്കൊടുത്താലോ. ലേക്കിൻ യഹ് മാനേഗാ ദോടി, പക്ഷേ ഇത് അല്പം പോലും അംഗീകരിക്കില്ല. ദോടി അല്പം, മാന അംഗീകരിക്കുക, മാനേഗാ ദോടി അല്പം പോലും അംഗീകരിക്കില്ല. ആരംഗീകരിക്കില്ല? ഗാന്ധിജിക്ക് ഒരു പുതിയ വാച്ച് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് തീർച്ചയായിട്ടും അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. യഹ് തോ യഹി കഹേഗാ കി മുझे अपनी वही पुरानी घड़ी चाहिए, അദ്ദേഹം ഇങ്ങനെയായിരിക്കും പറയുക. എന്തായിരിക്കും പറയുക? മുझे अपनी वही पुरानी घड़ी चाहिए, എനിക്ക് എൻ്റെ പഴയ ആ വാച്ച് വേണം എന്നായിരിക്കും പറയാ. ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ദുഃഖം കണ്ടിട്ട് ഒരു പുതിയ വാച്ച് വാങ്ങിക്കൊടുത്താലോ എന്ന് വരെ വൈസ്രോയ് ചിന്തിച്ചു. അപ്പൊ അദ്ദേഹം വീണ്ടും ചിന്തിക്കുകയാണ്, ഞാൻ ഇനി അങ്ങനെ ഒരു വാച്ച് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഗാന്ധിജി അത് അംഗീകരിക്കുകയുമില്ല, അദ്ദേഹം എനിക്ക് എൻ്റെ പഴയ വാച്ച് വേണം എന്നായിരിക്കും പറയുക എന്ന് നമ്മുടെ വൈസ്രോയ് ചിന്തിക്കുകയാണ്. ഗൈർ ജബ് നാസ്തേ കി ബാരി ആയി തോ ഗാന്ധിജി ബോലെപ്പൻ സേ ബോലെ, അങ്ങനെ എപ്പോഴാണോ നാസ്തേക്ക് പ്രഭാത ഭക്ഷണത്തിന്റെ, പ്രാതലിന്റെ സമയം, ബാരി ഊഴം, പ്രാതലിന്റെ ഊഴം വന്നത് എപ്പോഴാണോ അപ്പോൾ ഗാന്ധിജി നിഷ്കളങ്കതയോടെ പറഞ്ഞു. ബോലേപ്പൻ പറഞ്ഞ നിഷ്കളങ്കത, നിഷ്കളങ്കതയോടെ ഗാന്ധിജി പറയുകയാണ്, ആപ്പ് ലോഗ് ലീജിയെ, താങ്കൾ കഴിച്ചാലും,
മേം തോ അപ്ന നാസ്ത സാത്ത് ലായാ ഹും. ഞാൻ എനിക്കുള്ള പ്രാതൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ എനിക്കുള്ള പ്രഭാത ഭക്ഷണം, എനിക്കുള്ള പ്രാതൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞു. സോച്ചോ കിത്തനെ ലോകോമേ ഇത്തനി ഹിമ്മത്ത് ഹോഗി. ചിന്തിക്കുക, കിത്തനെ ലോകോമേം എത്രമാത്രം ആളുകളിലാണ് ഇത്തനി ഹിമ്മത്ത് ഇത്രയും ധൈര്യം ഉണ്ടാവുക. കി രാജ നാസ്തേ പർ ബുലായേ ഓർ വേ കഹ്ദേ. എന്തെന്നാൽ രാജാവ് പ്രാതലിന് വേണ്ടി, പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, ആപ് ലീജിയെ, താങ്കൾ കഴിച്ചോളൂ. മേം തോ അപ്ന നാസ്ത സാത്ത് ലായാ ഹും. എനിക്കുള്ള പ്രാതൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചോളൂ, എനിക്കുള്ള പ്രാതൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഒരു രാജാവിനോട് പറയാൻ എത്ര പേർക്ക് ധൈര്യം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. तभी गांधी जी के साथ गई उनकी सहयोगी ने गांधी के एक पुराने से थैले में. അപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹായി ഗാന്ധിക്ക് ഏക്ക് പുരാനെ സെ ദൈലേമേ, ഖദറിന്റെ ഒരു പഴയ ദൈലെ സഞ്ചിയിൽ പുരാനെ ദൈലേമേ, പഴയ ഒരു സഞ്ചിയിൽ നിന്ന് ഏക്ക് ചോട്ടാസ ഡിബ്ബ, ഒരു ചെറിയ പാത്രം, ഒരു ബോക്സ്, ആർ ഏക്ക് ചമ്മച്ച്, കൂടെ തന്നെ ഒരു സ്പൂണും, നികാൽക്കർ എടുത്തിട്ട് ഗാന്ധിജിക്ക് സാമനെ രഖ് ദിയ, ഗാന്ധിജിയുടെ അരികിൽ വെച്ചു. അതായത് അദ്ദേഹത്തിന്റെ സഹായി എന്തു ചെയ്തു, ഒരു പഴയ സഞ്ചിയിൽ നിന്നും ഒരു ചെറിയ പാത്രവും അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണും എടുത്തിട്ട് ഗാന്ധിജിയുടെ മുമ്പിൽ വെച്ചു. ഡിബ്ബേ മേ ബക്കരി കെ ദൂദ് സെ ബനാ ദഹീദ. ആ ഡിബ്ബയിൽ, ആ ബോക്സില് ആട്ടിൻ പാല് കൊണ്ടുണ്ടാക്കിയ ദഹി, വെണ്ണ അല്ലെങ്കിൽ തൈര് എന്ന് പറയും, തൈര് ആയിരുന്നു ആ പാത്രത്തിൽ ഉണ്ടായിരുന്നത്. और चम्मच हालांकि टूटा हुआ था. ആ ചമ്മച്ച്, ആ സ്പൂണ് ഹാലാങ്കി അല്പം പൊട്ടിയതായിരുന്നു. ലേക്കിൻ ഉസ്കെ ടൂട്ടെ ഹത്തേ പർ ലക്കടി കി ഗബച്ചി ധാഗെ സെ ബാന്ദ് ദി ഗയി थी. എന്നാൽ ആ പൊട്ടിയ കൈപ്പിടിയിൽ, ആ സ്പൂണിന്റെ പൊട്ടിയ കൈപ്പിടിയിൽ, ഹത്തേ എന്ന് പറഞ്ഞ കൈപ്പിടി, പൊട്ടിയ കൈപ്പിടിയിൽ ലക്കടി കി ഗബച്ചി, മരക്കമ്പിന്റെ ഒരു ചെറിയ മരക്കമ്പ്, ലക്കടിക്ക് ഗബച്ചി പറഞ്ഞ ചെറിയ മരക്കമ്പ്, ധാഗെ സെ ബാന്ദ് ദി ഗയി थी. ധാഗെ നൂല് അല്ലെങ്കിൽ ചരട് കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്പൂണിന്റെ പൊട്ടിയ കൈപ്പിടിയില് അതിന് പകരമായിട്ടൊരു മരക്കമ്പ് വെച്ചിട്ട് അതിനെ ചരട് കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്പൂണാണ് ഗാന്ധിജിക്ക് എടുത്തു കൊടുത്തത്. വൈസ്രോയ് लॉर्ड माउंटेन और उनकी पत्नी गांधी जी को देखते रह गए. വൈസ്രോയ് ലോർഡ് മൗണ്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഗാന്ധിജിയെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. ആജ് സോച്തേ ഹേ തോ ലഗ്താ ഹേ ഗാന്ധിജി കെ ഇസ് വ്യവഹാർ കെ പീഛെ ഭി കയി ബാതേൻ ചിപ്പി ഹുയി थी. ഇന്ന് ചിന്തിക്കുമ്പോൾ തോന്നുന്നു, സോചന ചിന്തിക്കുക, ലഗ്താ ഹേ തോന്നുന്നു, ഗാന്ധിജിക്ക് ഈസ് വ്യവഹാർ കെ പീച്ചെ, ഗാന്ധിജിയുടെ ഈ സ്വഭാവത്തിന്, ഈ പെരുമാറ്റത്തിന്, വ്യവഹാർ പെരുമാറ്റം, ഗാന്ധിജിയുടെ ഈ പെരുമാറ്റത്തിന് പീച്ചെ പിന്നിൽ, കൈ ബാത്തേം പല കാര്യങ്ങൾ, ചിപ്പി ഹുയിതി ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു, മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഗാന്ധിജി ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ പെരുമാറ്റത്തിനു പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, പല കാര്യങ്ങളും അതിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. രാജനീതി में अक्सर कुछ बातें बगैर कहे भी कह दी जाती है. രാഷ്ട്രീയത്തിൽ മിക്കപ്പോഴും ചില കാര്യങ്ങൾ പറയാതെ പറയും, ചില കാര്യങ്ങൾ പറയാതെ പറയുന്നതുണ്ട് രാഷ്ട്രീയത്തിൽ എന്നാണ് പറഞ്ഞത്. रूम कूलर बंद करवाने का सीधा मतलब नए वाइसरॉय को यह संदेश देना था. റൂം കൂളർ ഓഫ് ആക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, സീതാ മത്ലബ് അതിന്റെ ലളിതമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്, വൈസ്രോയ്ക്കോ യഹ് സന്ദേശ് ദേനാഥ, വൈസ്രോയ്ക്ക് ഈ സന്ദേശം നൽകുക എന്നതായിരുന്നു. എന്തായിരുന്നു ആ സന്ദേശം? റൂം കൂളർ ഓഫ് ആക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞതിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ആ സന്ദേശം എന്താണെന്ന് നോക്കാം.
ടെൻഡെ കമരേമേ ബൈഠ്കർ തണുത്ത റൂമിലിരുന്നു കൊണ്ട് ഹിന്ദുസ്ഥാൻ പർ ഹുക്കൂമത്ത് നഹീ കീ ജാ സകേഗി ഇന്ത്യയെ ഭരിക്കാൻ കഴിയുകയില്ല. തണുത്ത റൂമിലിരുന്നോണ്ട് ഇന്ത്യ ഭരിക്കാൻ കഴിയുകയില്ല. ഹംസേ ബാത്ത് കർണി ഹേ തോ ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ ബാഹർ ധൂപ് മേ പുറത്ത് വെയിലിൽ സൂര്യപ്രകാശത്തിൽ അവർ ഗുലേ മൈതാൻമേ തുറന്ന മൈതാനത്തില് തുറന്ന വയലുകളിലേക്ക് വെയിലത്ത് സൂര്യപ്രകാശത്തില് തുറന്ന മൈതാനത്തിലേക്ക് തുറന്ന വയലുകളിലേക്ക് വരണം എന്നാണ് പറഞ്ഞത്. അതിന്റെ ഉദ്ദേശം എന്താണ്? തണുത്ത റൂമിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയുകയില്ല. ഞങ്ങളോടൊപ്പം എന്ത് ചെയ്യണം? ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഞങ്ങളോടൊപ്പം പുറത്ത് വെയിലത്ത് തുറന്ന വയലിലേക്ക് തുറന്ന മൈതാനത്തിലേക്ക് വരണം എന്നായിരുന്നു അതിന്റെ ലളിതമായിട്ടുള്ള അർത്ഥം. ഗഡി ഗോനെ കി ബാത് കോ ഇത്തനാ ബഡാ ചടാക്കർ കഹനെ കാ ആശയ് യഹ് ജതാനാ താ കി വാച്ച് നഷ്ടമായി. ഗഡി ഗോന, ഗോന പറഞ്ഞ നഷ്ടപ്പെടുക, ഗഡി വാച്ച് നഷ്ടപ്പെട്ടു എന്ന ബാത്ത് കാര്യം, എന്ന കാര്യം. ഇത്തനാ ബഡാ ചടാക്കർ ഇത്രയും പൊലിപ്പിച്ച്, ബഡാ ചടാക്കർ എന്ന് പറഞ്ഞാല് പൊലിപ്പിച്ച് പറയാം, പെരുപ്പിച്ച് പറയാം. കഹിനേക്ക ആശയം ഇത്രയും പെരുപ്പിച്ച് പറയാനുള്ള ആശയം. യഹ് ജഥാനാഥ, ജഥാന ബദാന പറയുക, ജഥാന പറഞ്ഞ പറയുക. അതിന്റെ ആശയം എന്തായിരുന്നു? യഹ് ബദാന ഇത് പറയുക എന്നതായിരുന്നു. कि जिस ब्रिटिश राज्य का दुनिया के सामने तुम इतना टोल पीटते हो और गुण गाते हो, ये उसमें मेरी गड्डी तक सुरक्षित नहीं है. ഏത് ബ്രിട്ടീഷ് രാജ്യത്തിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഈ ലോകം മുഴുവനും കൊട്ടിഘോഷിച്ച്, ടോൽ പീട്ടന എന്ന് പറഞ്ഞാൽ കൊട്ടിഘോഷിക്കുക, കൊട്ടിഘോഷിച്ചിട്ട് ഗുണഗാനം പാടുന്നത്, ബ്രിട്ടീഷ് രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾ കൊട്ടിഘോഷിച്ച് ഗുണഗാനം പാടുന്നു. ഉസ്മേ മേരി ഗഡി തക്ക് സുരക്ഷിത് നഹീ ഹൈ, അവിടെ എൻ്റെ വാച്ച് പോലും സുരക്ഷിതമല്ല എന്നായിരുന്നു ഗാന്ധിജി എൻ്റെ വാച്ച് കാണാനില്ല, നഷ്ടമായി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. और इसका असर क्या हुआ? अगले दिन के समाचार पत्रों में इस बारे में कोई समाचार नहीं था कि गांधी जी और वाइसरॉय में क्या बात हुई. और इसका असर क्या हुआ? ഇതിന്റെയൊക്കെ പ്രഭാവം എന്താണ് ഉണ്ടായത്? അകലെ ദിൻ കെ സമാചാർ പത്രോമേ, അടുത്ത, അകലെ പറഞ്ഞ അടുത്ത, ദിൻക്ക് അടുത്ത ദിവസത്തെ, സമാചാർ പത്ര ന്യൂസ് പേപ്പർ, ഇസ് ബാരേമേ ഇതിനെ കുറിച്ച്, കോയി സമാചാർ യാതൊരു വാർത്തയും നഹീന്ത ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ ഗാന്ധിജിയും വൈസ്രോയും തമ്മിലുണ്ടായ സംസാരത്തിനെ കുറിച്ചുള്ള ഒരു വാർത്തയും അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി और वाइसरॉय में क्या बात हुई लेकिन यह खबर बड़े बड़े अक्षरों में വൈസ്രോയിയും അതുപോലെ തന്നെ ഗാന്ധിജിയും തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നതിനെ കുറിച്ച് യാതൊരു വാർത്തയും ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടെ നോക്കാം. और इसका असर क्या हुआ, ഇതിന്റെ പ്രഭാവം എന്തായിരുന്നു? അകലെ ദിൻ കെ സമാചാർ പത്രോं में അടുത്ത ദിവസത്തെ സമാചാർ പത്രത്തിൽ, ന്യൂസ് പേപ്പറിൽ, ഇസ് ബാരേമേ ഇതിനെ കുറിച്ച്, കോയി സമാചാർ നഹീത ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല. എന്തിനെ കുറിച്ചാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഗാന്ധിജി ആർ വൈസ്രോയ് മേ ക്യാ ബാത്ത് ഹുയി, ഗാന്ധിജിയും വൈസ്രോയും തമ്മിൽ എന്ത് സംസാരമാണ് നടന്നത് എന്നതിനെ കുറിച്ച് ഒരു വാർത്തയും പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. ലേക്കിൻ യഹ് ഖബർ എന്നാൽ ഈ വാർത്ത, ഖബർ വാർത്ത, ബഡേ ബഡേ അക്ഷരോമേ വലിയ അക്ഷരങ്ങളിൽ, ദീക്കി വലിയ അക്ഷരങ്ങളിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏത് വാർത്തയാണ് പ്രിന്റ് ചെയ്ത് വന്നത് നോക്കാം. ഗാന്ധിജിക്ക് പ്രിയ ഗഡി ചോരി ചലി ഗയി, ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് കളവ് പോയി, മോഷണം പോയി എന്ന വാർത്തയാണ് വലിയ അക്ഷരങ്ങളില് പേപ്പറില് പ്രിന്റ് ചെയ്ത് വന്നത്. हालांकि कुछ रोज बाद चोर ने साबरमती आश्रम जाकर गांधी जी को उनकी घड़ी लौटा भी दी.
എന്നിരുന്നാലും ഹലാങ്കി എന്നിരുന്നാലും കുച്ച് റോസ് ബാദ് കുറച്ച് ദിവസത്തിന് ശേഷം കുറച്ച് റോസ് ദിവസം ബാദ് ശേഷം ചോറിനെ കള്ളൻ സാബർമതി ആശ്രമത്തിൽ ജാക്കർ ഗാന്ധിജിക്കോ ഉൻകി ഗഡി സബർമതി ആശ്രമത്തിൽ വന്നിട്ട് ഗാന്ധിജിക്കോ ഉൻകി ഗഡി ഗാന്ധിജിക്ക് അദ്ദേഹത്തിന്റെ വാച്ച് ലൗട്ടാബീതി വാച്ച് തിരികെ നൽകി. और अपना नाश्ता यानी माल टाल नहीं बकरी का दूध क्योंकि भारत की गरीब जनता को यही उपलब्ध है. പിന്നീട് അദ്ദേഹം ഇവിടെ പറഞ്ഞത് നാസ്ത അദ്ദേഹത്തിന്റെ പ്രഭാത ഭക്ഷണത്തിനെ കുറിച്ചാണ് അല്ലെ. ആ പ്രഭാത ഭക്ഷണം ബക്രി കാ ദൂത് ആട്ടിൻ പാലായിരുന്നു. ക്യോംകി ഭാരത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അങ്ങനെ ആട്ടിൻ പാല് പ്രാതലായിട്ട് പ്രഭാത ഭക്ഷണമായിട്ട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാൽ ഭാരത് കി ഗരീബ് ജനതാക്കോ ഭാരതത്തിലെ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് യഹി ഉപലബ്ധ് ഹെ ഇതാണ് ലഭിക്കുന്നത്. വൈസേ ഇസ്കാ ഏക് ഓർ അർത്ഥ് യഹ് ബി ഹോ സക്താ ഹെ അതുകൂടാതെ ഇതിന്റെ അർത്ഥം മറ്റൊരർത്ഥം കൂടെ ഇതിനുണ്ട്. ഹിന്ദുസ്ഥാൻ കെ ലോഗ് അപ്പനി മെഹനത്ത് കി ഗാത്തെ ഹെ ജബ്കി ബ്രിട്ടൻ ജൈസേ സാമ്രാജ്യവാദി ദൂസരോ കി ലൂട്ട് പർ ഏഷ് കർത്തെ ഹെ. ഇന്ത്യയിലെ ജനങ്ങൾ സ്വന്തം പരിശ്രമത്തിന്റെ ഫലമാണ് അവര് കഴിക്കുന്നത്. ബ്രിട്ടൻ ജൈസേ സാമ്രാജ്യവാദി ബ്രിട്ടനെ പോലെയുള്ള സാമ്രാജ്യവാദികള് ദൂസരോങ്കി ലൂട്ട് പർ ഏഷ് കർത്തെ ഹെ മറ്റുള്ളവരുടെ കൊള്ളയില് മറ്റുള്ളവരുടെ സാമഗ്രികൾ മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ കൊള്ളയടിച്ചിട്ട് അതിലാണ് ആനന്ദം കാണുന്നത്. ലേക്കിൻ ഗാന്ധിജി കാ യഹ് മസേദാർ കിസ്സ ഗാന്ധിജിയുടെ ഈ രസകരമായിട്ടുള്ള കഥ മേനെ ലേപ്പിയർ ഓർ കോളിൻ കി പുസ്തക് ഞാൻ ലേപ്പിയറിന്റെയും കോളിന്റെയും പുസ്തകമായിട്ടുള്ള ഫ്രീഡം ആൻഡ് മിഡ് നൈറ്റ് മേം പഠാത ഫ്രീഡം ആൻഡ് മിഡ് നൈറ്റ് എന്ന പുസ്തകത്തിൽ ഞാൻ ഈ കഹാനി ഗാന്ധിജിയുടെ ഈ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അച്ചി കിതാബ് ഹെ നല്ല പുസ്തകമാണ്. കഹി മിലെ തോ സരൂർ പഠന എവിടെയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും വായിക്കുക. ഇത്രയാണ് നമ്മുടെ ഈ ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്ന ചാപ്റ്റർ ഉള്ളത്. കുറച്ച് പ്രയാസമുള്ള ചാപ്റ്റർ തന്നെയാണ്. നന്നായിട്ട് വായിച്ച് മീനിങ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച് പഠിക്കാം. ഓക്കെ.